Let us today remember K.K. Nair for his great contribution for Ram Temple and Hindu movement. He was son of soil of this land. I salute on behalf of the millions of the Hindus to the soul of K.K. Nair. ഇന്ന് നമുക്ക് ശ്രീമാൻ കെ നായരെ ഒരു നിമിഷം ഓർമ്മിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിനും വേണ്ടിയിട്ടുള്ള ആ വലിയ സംഭാവനയെ ഓർത്തുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെ പേരിലും ഞാൻ അദ്ദേഹത്തിനെ പരിപൂർണമായിട്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രണമിക്കാൻ ആഗ്രഹിക്കുകയാണ്. We are more than 100 crore Hindus in Bharat. നമ്മൾ ഭാരതത്തിൽ 100 കോടിയിലധികം ഹിന്ദുക്കളുണ്ട്. This is a Hindu majority country. ഇത് ഹിന്ദു ഭൂരിപക്ഷമായ രാജ്യമാണ്. But this is only country in the world when majority is not respected. ഇതാണ് ലോകത്തെ ഒരേ ഒരു രാജ്യം എവിടെയാണ് ഭൂരിപക്ഷത്തിന് ബഹുമാനം കിട്ടാത്ത ഒരേ ഒരു രാഷ്ട്രമാണ് ഭാരതം. Majority is not respected. On the contrary, majority is insulted, humiliated, persecuted. ഭൂരിപക്ഷത്തിന് ബഹുമാനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷത്തിനെ പരിപൂർണമായിട്ടും അവഗണിക്കുന്നു, അപമാനിക്കുന്നു, ക്രൂരമായിട്ട് മാറ്റി നിർത്തുന്നു. There is not a single country in democracy majority has been humiliated and insulted. ജനാധിപത്യത്തിൽ ലോകത്തിലെ ഭൂരിപക്ഷത്തിനെ പരിപൂർണമായിട്ട് അവമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം പോലുമില്ല. There are law in this country. ഈ രാഷ്ട്രത്തിലെ നിയമമുണ്ട്. Law are meant to persecute Hindus only. ലോ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹിന്ദുവിന് വേണ്ടിയിട്ടുള്ളതാണ്. After 10 p.m. police will not allow to use us loudspeaker. 10 മണിക്ക് ശേഷം പോലീസ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. They will tell that law of land will not allow to use loudspeaker after 10 p.m. അവർ പറയും 10 മണി കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്നു ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. But same police will not dare to remove loudspeaker from mosque at 5 a.m. അതേ പോലീസിന് ഈ പള്ളികളിലെ 5 മണിക്ക് ഈ പള്ളികളിൽ ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കർ മാറ്റാനുള്ള ധൈര്യമില്ല. This is a country in which judge having Muhammad Ismail having 4 children and 3 wives. ഇതാണ് രാജ്യം. മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ആള് ഒരു ജഡ്ജിക്ക് ഏതാണ്ട് 3 ഭാര്യമാരും 4 കുട്ടികളുമുള്ള രാജ്യമാണ്. Muhammad Ismail is a judge. മുഹമ്മദ് ഇസ്മായിൽ ഒരു ജഡ്ജിയാണ്. Having 3 wives. 3 ഭാര്യമാരുള്ള ജഡ്ജിയാണ്. And he is punishing Kannan for having a second wife. അയാളെ കണ്ണനെ ശിക്ഷിക്കുന്നു രണ്ടാമതൊരു കല്യാണം കഴിച്ചതിന് വേണ്ടിയിട്ട്. This is a country in which majority Hindus are not safe. ഇതാണ് ഭൂരിപക്ഷമായ ഹിന്ദു ജനത ഒരിക്കലും സുരക്ഷിതരല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. Why single Hindu could not stay in Kashmir Valley? എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിന് പോലും കശ്മീർ വലിയിൽ താമസിക്കാൻ സാധിക്കാത്തത്? They have written in the wall of the Kashmir. അവര് കശ്മീരിന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. They have written. അവരെഴുതിയിട്ടുണ്ട്. Quran is our constitution. അവർ പറയുന്നു ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന്. Allah is our leader. അല്ലാഹുവാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്നു. Jihad is our way. ജിഹാദാണ് ഞങ്ങളുടെ വഴി എന്ന് പറയുന്നു. Darul Islam is our goal. ദാറുൽ ഇസ്ലാമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു. This is the India. ഇതാണോ ഭാരതം? In secular country there should be law for same. മതേതര രാജ്യത്തില് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു നിയമമാണ് ആവശ്യം. Before 1 month there was a discussion and debate in Aaj Tak and India TV. ഏതാണ്ട് 1 മാസം മുമ്പേ ആജ് തക്കിലും ഇന്ത്യ ടുഡേയിലും ഒരു ചർച്ചയുണ്ടായി. Subject was Muslim vote bank. അതിന്റെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ആയിരുന്നു. I have asked 3 Muslim leaders who were sitting with me. എന്റെ കൂടെ ഇരുന്ന മുസ്ലിം നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുകയുണ്ടായി. Out of 3 Muslim leaders, one was BJP leader. 3 മുസ്ലിം നേതാക്കന്മാരിൽ ഒരാൾ BJP ലീഡറായിരുന്നു. 1 Muslim was a Congress leader. ഒരു മുസ്ലിം കോൺഗ്രസ് ലീഡറായിരുന്നു. 3rd was a leader of the Muslim religious organization Darul Uloom Deoband. മൂന്നാമത്തെ ദാറുൽ ഉലൂം ദേവബന്ദ് എന്ന് പറയുന്ന മുസ്ലിം മതസംഘടനയുടെ നേതാവായിരുന്നു. I have asked Muslim, do you want secular country or do you want Islamic country? ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടത് മതേതര രാജ്യമാണോ അതോ ഇസ്ലാമിക രാജ്യമാണോ? If you want a secular country, there should be common law, common civil code for everybody. നിങ്ങൾക്ക് വേണ്ടത് മതേതര രാജ്യമാണെങ്കിൽ ഇവിടെ ഒരു സാധാരണ ഏകീകൃത നിയമം വേണം, ഏകീകൃത സിവിൽ കോഡ് വേണം. If you believe in secular country, I ask all Muslim leaders, are you ready to demand common civil code for everybody in this country? ഞാൻ എല്ലാ മുസ്ലിം നേതാക്കന്മാരോടും ചോദിച്ചു നിങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മതേതര രാജ്യത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ആവശ്യപ്പെടാനുള്ള ധൈര്യമുണ്ടോ? You are talking of secular country.
അവര് മതേതരത്വത്തെ കുറിച്ച് പറയുന്നു. You are demanding Islamic Shariat law of Darul Islam. അതെ, നിങ്ങൾ തന്നെ ഈ രാഷ്ട്രത്തിലെ ഇസ്ലാമിക് ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. We can agree with secular country, we cannot agree with the Islamic country. ഞങ്ങൾ തയ്യാറാണ് മതേതര രാജ്യമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇസ്ലാമിക് ശരീഅത്ത് നിയമമായിട്ട് ജീവിക്കാൻ തയ്യാറാവുകയില്ല ഒരിക്കൽ പോലും. How can Muslim League in Kerala dare to demand separate Muslim state of Malabar? എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന് ഒരു പ്രത്യേക മലബാർ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യം ഉണ്ടായത്? Anybody want Muslim separate state? They are free to go to Pakistan. ആരെങ്കിലും മുസ്ലിം സംസ്ഥാനം വേണ്ടവരുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. There is no place for second Muhammad Ali Jinnah in this India. ഈ ഭാരതത്തിൽ ഇനി ഒരു മുഹമ്മദ് അലി ജിന്നയ്ക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. Muslim leader and Muslim League should understand. മുസ്ലിങ്ങളും മുസ്ലിം ലീഗും മുസ്ലിം നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, they have not to answer Mahatma Gandhi. അവരെ മഹാത്മാഗാന്ധിയെ ഒരിക്കലും you have to answer Dr. Praveen Togadia. മഹാത്മാഗാന്ധിക്ക് ഉത്തരം പറയേണ്ടവരല്ല, നിങ്ങൾ ഡോക്ടർ പ്രവീൺ തൊഗാഡിയയ്ക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We will crush. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. We will defeat. ഞങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തും. If anybody will demand separate Muslim state, they will be expelled from Bharat. ആരെങ്കിലും സെപ്പറേറ്റ് പ്രത്യേക മുസ്ലിം സംസ്ഥാനം ആവശ്യപ്പെടുന്നുവെങ്കിൽ അവര് ഭാരതത്തിൽ നിന്ന് ഇല്ലാതാവുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I demand that their citizens should be withdrawn. ഞാൻ പറയുന്നു, അവർ പൂർണ്ണമായിട്ടും പിൻവലിക്കേണ്ടതാണ്. Muslim League should be derecognized as a political party. മുസ്ലിം ലീഗിനെ പരിപൂർണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അംഗീകാരം ഇല്ലാതാക്കേണ്ടതാണ്. You are producing more children. നിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നു. You are having 2 to 3 to 4 wives. നിങ്ങൾ 3-4 ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കാൻ തയ്യാറാവുന്നു. You are increasing your population. നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു. You are increasing your population from the tax money of the Hindus. നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത് ഹിന്ദുവിന്റെ നികുതിപ്പണമാണെന്ന് ഓർക്കണമെന്ന് പറയുക. And by after increasing the population, you are demanding Pakistan in Kerala. കൂടുതൽ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിപ്പിച്ചതിന് ശേഷം കേരളത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി? Don't forget Muzaffarnagar. ഒരു കാരണവശാലും മുസഫർനഗർ നിങ്ങൾ മറക്കരുത്. Don't forget Kokrajhar, Assam. ആസാമിലെ കൊക്രാജാറിനെ നിങ്ങൾ മറക്കരുത്. Don't forget Gujarat. ഒരിക്കലും നിങ്ങൾ ഗുജറാത്തിനെ മറക്കരുത്. If anybody will demand Muslim state in land of Bharat, ആരെങ്കിലും ഭാരതത്തിലെ മുസ്ലിം സംസ്ഥാനം ആവശ്യപ്പെടുന്നുവെങ്കിൽ only Kerala will not respond. കേരളം മാത്രമല്ല പ്രതികരിക്കാൻ പോകുന്നത്. Kerala will respond. കേരളം പ്രതികരിക്കും. Tamil Nadu will respond. തമിഴ്നാടും പ്രതികരിക്കും. Maharashtra will respond. മഹാരാഷ്ട്രയും പ്രതികരിക്കും. UP, Bihar, Gujarat, Rajasthan will respond. UP, ബീഹാറും ഗുജറാത്തും രാജസ്ഥാനും പ്രതികരിക്കും. There will be millions of the Hindu will stand up. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാവും. But we have to understand. നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. Muslims are speaking in a language which they were speaking in 1940. മുസ്ലിങ്ങള് ഏത് ഭാഷയിലാണ് ഇന്ന് സംസാരിക്കുന്നത് പറഞ്ഞാല് 1940-ലെ അതേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഓർക്കണം. If you read history of 1940, നിങ്ങൾ ഭാരതത്തിലെ 1940-ലെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ, when Muhammad Ali Jinnah demanded land of Pakistan on bank of a river Ravi at Lahore, മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു ലാഹോറില്. language of that Muslim League and language of the Kerala Muslim League is not a different. അതെ, അതേപോലെ തന്നെ കേരളത്തിലെ ഇന്നത്തെ മുസ്ലിമും അതിൽ നിന്നും വ്യത്യസ്തനല്ല എന്നാണ് പറയുന്നത്. Language of the Muslim League and language of a popular front is not different. മുസ്ലിം ലീഗിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭാഷയ്ക്ക് ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. Today Hyderabad Akbaruddin Owaisi is threatening Hindus. ഹൈദരാബാദിലെ അക്രമം ഒവൈസി ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്നു. He is challenging remove police. അവൻ പറയുന്നു പോലീസിനെ മാറ്റൂ. He is threatening that we will see Hindus. അവര് പറയുന്നു ഞങ്ങൾ ഹിന്ദുവിനെ കൈകാര്യം ചെയ്യും. Now I want to ask Akbaruddin Owaisi, what happened in Muzaffarnagar? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒവൈസിയോട്, എന്താണ് മുസഫർനഗറിൽ സംഭവിച്ചത്? There are only 42 Muslim refugee camps. അവിടെ 42 മുസ്ലിമിന്റെ അഭയാർത്ഥി ക്യാമ്പുകൾ മാത്രമേ ഉള്ളൂ. Don't consider Hindu covered.
Gandhi. ചിലപ്പോൾ ഭീരുവായിട്ട് മഹാത്മാഗാന്ധി ഉണ്ടാവാം. Tower may be follower of Mahatma Gandhi. മഹാത്മാഗാന്ധിയെ അനുയായികളും ചിലപ്പോൾ ഭീരുക്കളായിരിക്കാം. Follower of Dr. Pravin Togadia, warrior of Gujarat, warrior of Rajasthan, warrior of UP, warrior of Assam. ഡോക്ടർ പ്രവീൺ തോഗാഡിയെ പിന്തുടരുന്നവരെ ഗുജറാത്തിന്റെയും രാജസ്ഥാന്റെയും ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും യോദ്ധാക്കളെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടത്. Don't try to challenge Hindus. ഒരിക്കലും ഹിന്ദുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. Don't try to challenge our nation. ഒരു കാരണവശാലും ഈ രാജ്യത്തെ ചലഞ്ച് ചെയ്യാൻ വെല്ലുവിളിക്കാൻ നിങ്ങൾ നോക്കണ്ട. We will not allow to create any Pakistan in our motherland. ഞങ്ങളുടെ മാതൃഭൂമിയിൽ ഇനിയൊരു പാകിസ്ഥാൻ ഉണ്ടാവാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. You have to answer Dr. Togadia. Now Mahatma Gandhi is not there, who has subjected and surrendered to Muslims. നിങ്ങൾ മറുപടി പറയേണ്ടത് മഹാത്മാഗാന്ധിയോടല്ല, അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങൾ മറുപടി പറയേണ്ടത് ഡോക്ടർ പ്രവീൺ തോഗാഡിയോടാണ്. Muslims are increasing their population. മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു. Why there is inflation? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നാണ്യപ്പെരുപ്പം? Why there is high prices? എന്തുകൊണ്ടാണ് വിലക്കയറ്റം? We are not getting gas cylinder. നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നില്ല. We have to pay more than 1,000 rupees for gas cylinder. ഒരു ഗ്യാസ് സിലിണ്ടറിന് 1000 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. We are not getting milk. നമുക്ക് പാല് കിട്ടുന്നില്ല. We are not getting food. നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല. Every Hindu suffers due to price rise. എല്ലാ ഹിന്ദുക്കളും വിലക്കയറ്റം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. And what is the reason for price rise? എന്താണ് ഇതിന്റെ കാരണം? Increased population of country. ജനസംഖ്യ, രാജ്യത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് ഇതിന്റെ കാരണം. Population increase. എന്തുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്? Tell me, we Hindus are increasing population. പറയൂ, ഹിന്ദുക്കൾ ആരെങ്കിലും ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ടോ? हम दो हमारे दो, we two, ours two. നമ്മൾ രണ്ട്, നമുക്ക് രണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. Are Hindu increasing population? No. ഇവിടുത്തെ ഹിന്ദു അല്ല ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത്. And Muslim have a 2 to 3 wives. മുസ്ലിങ്ങൾക്ക് 2, 3, 4 ഭാര്യമാരുണ്ട്. 10 to 15 children, कच्चे बच्चे. 10-15 കുട്ടികളുണ്ട്. So who is increasing Indian population? Muslim. ആരാണ് ഭാരതത്തിലെ പോപ്പുലേഷൻ കൂട്ടുന്നത്? അത് മുസ്ലിങ്ങളാണ്. So who is responsible for inflation? അതുകൊണ്ട് ആരാണ് ഇവിടുത്തെ നാണ്യപ്പെരുപ്പത്തിന് കാരണം? Who is responsible for price rise? ആരാണ് ഇവിടുത്തെ വിലക്കയറ്റത്തിന് കാരണം? Who are responsible for costly gas cylinder? ആരാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടുന്നതിന് Who കാരണം? are increasing population of Bharat? ആരാണ് ഭാരതത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത്? They should punish. അവരെ പരിപൂർണമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. Nobody should allow to have a 4 wives. അവരെ ഒരു കാരണവശാലും 4 ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. But they are not punishing Muslims. പക്ഷേ അവരെ മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. They are punishing Hindus. അവർ ഹിന്ദുക്കളെ ശിക്ഷിക്കുന്നു. Last year, government has given 95 lakhs Muslim students fees for their education. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഗവൺമെന്റുകൾ 95 ലക്ഷം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിന് ഫീസ് നൽകി. Last year, government has given കഴിഞ്ഞ വർഷം ഗവൺമെന്റ് കൊടുത്തത് 1,69,000 crore rupees 1,60,000 കോടി രൂപ to Muslim and Christian for their job and business. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജോലിക്കും ബിസിനസിനും വേണ്ടി ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. My question is, from where government has given this money? എവിടുന്നാണ് ഈ ഗവൺമെന്റ് ഈ പൈസ കൊടുത്തത്? From tax. നികുതിയിൽ നിന്നാണ്. Are we Hindu not paying tax? നമ്മൾ ഹിന്ദുക്കള് നികുതി കൊടുക്കുന്നില്ലേ? Everybody of us will not be giving the income tax. ചിലപ്പോ എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടാവുകയില്ല. But poor is wearing lungi and sari. പക്ഷേ എല്ലാ പാവപ്പെട്ടവരും മുണ്ടും സാരിയും ഒക്കെ ധരിക്കുന്നുണ്ട്. We are using toothpaste in the morning. നമ്മൾ എല്ലാ ദിവസവും ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. We are using soap while bathing. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. We are using electricity. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. Do you know clothes which you have wear has given 50 to 100 rupee tax when it was produced? നിങ്ങൾക്കറിയോ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് വേണ്ടിയിട്ട് 50 മുതൽ 100 രൂപ വരെ അത് ഉണ്ടാക്കുമ്പോൾ ടാക്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. On 30 rupees toothpaste there is tax of 2 rupees. 30 രൂപയുടെ ടൂത്ത്പേസ്റ്റിന് 2 രൂപയുടെ നികുതി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. On 15 rupees soap there is a tax of 1 rupees. 15 രൂപയുടെ സോപ്പിൽ നിങ്ങൾ 1 രൂപ നികുതി കൊടുത്തിട്ടുണ്ട്. On electricity bill there is a tax. ഇലക്ട്രിസിറ്റി ബില്ലിന് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. So who is paying tax? ഇവിടെ ആരാണ് നികുതി അടയ്ക്കുന്നത്?
Every poor Hindu is paying tax. എല്ലാ പാവപ്പെട്ട ഹിന്ദു ഇവിടെ ടാക്സ് കൊടുക്കുന്നു. Out of total Indian state, it may be in Kerala, it may be Delhi, 90% tax has been given by Hindus. മുഴുവൻ ഭാരതത്തിലും, അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും എവിടെയാണെങ്കിലും ഈ രാജ്യത്തിലെ 90% നികുതി പണം കൊടുക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവാണ്. My question is that those tax money should not be given to Hindu children for education. ഇവര് പറയുന്നു ആ നികുതി പണം ഹിന്ദുവിന്റെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിന് കൊടുത്തുകൂടാ എന്ന്. If government is giving fees to 95 lakhs Muslim and Christian students, why not fees to 10 crore Hindu children? ഈ നാട്ടിലെ ഗവൺമെന്റ് 95 ലക്ഷം മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് 10 കോടി ഹിന്ദു കുട്ടികൾക്ക് അത് കൊടുക്കുവാൻ സാധിക്കാത്തത്? If government is giving 1,69,000 crore rupees to Muslim Christian youth for job and business, why can't they give 2 lakhs crore rupees to Hindu youth? ഈ നാട്ടിലെ ഗവൺമെന്റ് 1,69,000 കോടി രൂപ മുസ്ലിം ക്രിസ്ത്യൻ യുവാക്കൾക്ക് ബിസിനസിനും ജോലിക്കും വേണ്ടി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് 90% നികുതി അടയ്ക്കുന്ന ഹിന്ദുവിന് 2 ലക്ഷം കോടി രൂപ ഹിന്ദു യുവാക്കൾ കൊടുത്തുകൂടാ? There is a minority development financial corporation for a job and business of a Muslim and Christian. ഇവിടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ന്യൂനപക്ഷ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. Anybody is taking care of Hindu youth? ആരെങ്കിലും ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു ചെറുപ്പക്കാരനെ കണക്കിലെടുക്കുന്നുണ്ടോ? Anybody is worried for son of a Nabudri, Nayar, Ijwaha, scheduled caste Hindus? ആരെങ്കിലും ഈ നാട്ടിലെ നമ്പൂതിരി, നായരും, ഈഴവ, പട്ടികജാതി, പട്ടികവർഗ ഹിന്ദുവിനെ കണക്കിലെടുക്കുന്നുണ്ടോ? Nobody is worried. ആരും അതിൽ ദുഃഖിതരല്ല. Hindus are not safe in Bharat. ഹിന്ദുക്കൾ ഭാരതത്തിൽ നിന്ന് സുരക്ഷിതരല്ല. Hindus are not safe in Kashmir. ഹിന്ദുക്കൾ കാശ്മീരിൽ സുരക്ഷിതരല്ല. Hindus are not safe in Kerala. കേരളത്തിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല. Nobody is worried for our education. ആരും നമ്മളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആകുലരല്ല. Our health. നമ്മളുടെ ആരോഗ്യത്തിൽ ആകുലരല്ല. Our job and business. നമ്മളുടെ ജോലിയുടെ ബിസിനസിന്റെയും കാര്യത്തിൽ ആരും ആകുലരല്ല. Everybody is worried for minority. എല്ലാവരും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കുന്നവരാണ്. There are leaders who are talking of 25 crore minorities. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട് 25 കോടി ന്യൂനപക്ഷങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവര്. There is not a leader who has dared to talk for 100 crore Hindus. ഇവിടെ അങ്ങനെ ഒരു നേതാവ് പോലുമില്ല 100 കോടി ഹിന്ദുവിന് വേണ്ടി ധൈര്യത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നവര്. That's why I have told that Hindus are neglected in Bharat. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിൽ ഹിന്ദു അവഗണിക്കപ്പെടുന്നു എന്ന്. Hindus are insulted in Bharat. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിൽ ഹിന്ദു അപമാനിക്കപ്പെടുന്നു എന്ന്. Hindus have been persecuted in Bharat. ഈ ഭാരതത്തിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്. Political parties have become slave of the Muslim and Christian vote bank. രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Bank is an institution when we are depositing money. ബാങ്ക് അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് നമ്മളെല്ലാവരും കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത്. If we deposit money in the bank, due to interest, money increases. നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ പലിശ കാരണം ആ പൈസ കൂടുതലാകുന്നു. Muslim and Christian has converted their population in a vote bank. മുസ്ലിങ്ങള് അവരുടെ ജനസംഖ്യ ഒരു വോട്ട് ബാങ്കായിട്ട് മാറിയിരിക്കുന്നു. They are producing more children and increasing their vote bank. അവരെ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് വളർത്തുന്നു. After depositing money in the bank, bank is lending those money to businessmen with bank terms. ബാങ്ക് നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്കിന്റെ എല്ലാ തരത്തിലുള്ള കണ്ടീഷൻസും വെച്ചുകൊണ്ട് ബാങ്ക് ബിസിനസ് വേണ്ടിയിട്ട് ആ പണം ചെലവഴിക്കും. Whatever condition bank tells, businessman is supposed to accept. എന്താ ഏതൊക്കെ കണ്ടീഷൻസ് ആണോ ഉപാധികളാണോ ബാങ്ക് പറയുന്നത് അതെല്ലാ ബിസിനസ്സുകാരും അംഗീകരിക്കാൻ തയ്യാറാണ്. In Bharat, minority has converted their population in a vote bank. ഭാരതത്തില് ന്യൂനപക്ഷങ്ങൾ അവരുടെ ജനസംഖ്യയെ ഒരു വോട്ട് ബാങ്കായിട്ട് മാറിയിരിക്കുകയാണ്. And way in which bank is bargaining with a businessman, minority vote bank is bargaining with a different political party. എങ്ങനെയാണോ ഈ നാട്ടിലെ ബാങ്ക് ബിസിനസ്സുകാരുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങള് അവരുടെ വോട്ട് ബാങ്ക് വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വില പേശുകയാണ്. Way in which businessman is accepting terms and conditions of bank, all political parties of Bharat are accepting
dictate of minority. എങ്ങനെയാണോ ഒരു ബിസിനസ്സുകാരൻ ബാങ്കിന്റെ എല്ലാ ഉപാധികളും അംഗീകരിക്കുന്നത്, അതേപോലെ ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മൈനോറിറ്റികളെ, ന്യൂനപക്ഷത്തിന്റെ ഉപാധികളെ പരിപൂർണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണ്. That is the reason that there is a minority development corporation to give job and business to Muslim and Christian youth. There is not a single arrangement in which any son and daughter of a Hindu can get business job support from any government. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാട്ടിലെ ഒരു സ്ഥലത്ത് പോലും ഹിന്ദുവിന്റെ, ഒരു പാവപ്പെട്ട ഹിന്ദുവിന്റെ കുട്ടിക്കോ മകൾക്കോ മകനോ ഒരു ജോലിയോ ബിസിനസിനോ വികസനത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ, ഒരു സംവിധാനവും ഉണ്ടാക്കിയതായിട്ട് നമ്മൾക്കറിയില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് resolve വിശ്വ ഹിന്ദു പരിഷത്ത് ദൃഢനിശ്ചയം ചെയ്യുന്നത് safety of every Hindu in Bharat. ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് resolve വിശ്വ ഹിന്ദു പരിഷത്ത് ദൃഢനിശ്ചയം ചെയ്യുന്നത് education, വിദ്യാഭ്യാസം, health ആരോഗ്യം and job business to every Hindu. വാണിജ്യം, ജോലി, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹിന്ദുവിനെ എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് resolve for dignity of every Hindu. വിശ്വ ഹിന്ദു പരിഷത്ത് ദൃഢനിശ്ചയം ചെയ്യുന്നത് ഹിന്ദുവിന്റെ പരിപൂർണമായ സ്വാഭിമാനത്തിന് വേണ്ടിയിട്ടാണ്. Until we cannot build a grand temple at a birthplace of a Ram, Hindu dignity will not be respected. എപ്പോഴാണോ രാമന്റെ ജന്മഭൂമിയിലെ ഭവ്യമായ ക്ഷേത്രം നിർമ്മിക്കുന്നില്ലയോ അതുവരെ ഭാരതത്തെ ഹിന്ദുവിന്റെ സ്വാഭിമാനം തിരിച്ചു കിട്ടുകയില്ല. Until single cow Pasumadu has been slaughtered, Hindu dignity in India will not be respected. ഭാരതത്തിൽ എന്നുവരെയാണോ ഗോഹത്യ തുടരുന്നത് അന്നുവരെ ഹിന്ദുവിന്റെ സ്വാഭിമാനം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. If single Hindu has been converted to Christianity, Hindu dignity will be insulted. ഏതെങ്കിലും ഒരു ഹിന്ദുവെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് മതം മാറിപ്പോയാൽ ഹിന്ദുവിന്റെ അഭിമാനം അപമാനിക്കപ്പെട്ടു എന്നാണ് നമ്മൾ അറിയേണ്ടത്. Without help of government, Vishwa Hindu Parishad trying to do it. ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ ഒരു സഹായവുമില്ലാതെ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. Tell me, there was a government in Uttar Pradesh which is run by Vishwa Hindu Parishad. പറയൂ, അവിടെ ഒരു ഗവൺമെന്റ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു, വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയതാണോ? In Uttar Pradesh, government was run by Mulayam Singh Yadav's son Akhilesh Yadav. ഉത്തർപ്രദേശ് ഗവൺമെന്റ് നടത്തിയത് മുലായം സിംഗിന്റെ മകനായ അഖിലേഷ് യാദവ് ആണ്. Even though there was a Akhilesh Yadav government, Hindus and dignity of Hindus was respected and Hindus were given safety in a Muzaffarnagar. അവിടെ അഖിലേഷ് യാദവിന്റെ സർക്കാർ ആയിട്ട് പോലും ഹിന്ദുവിന്റെ പരിപൂർണമായ സ്വാഭിമാനം സംരക്ഷിക്കപ്പെട്ടു മുസഫർ നഗറിൽ നമ്മൾ ഓർക്കണം. And I want to tell the Muslim, if a son of a Mulayam Singh Yadav cannot protect you, nobody will be able to protect you, Bharat, if you will hurt Hindus. ഞാൻ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുലായം സിംഗ് യാദവിന്റെ മകനെ നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഈ ലോകത്തിൽ, ഭാരതത്തിൽ ഒരു സ്ഥലത്തും നിങ്ങളെ സംരക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So without government also Hindu can be protected. ഗവൺമെന്റ് ഇല്ലാതെ തന്നെ, ഗവൺമെന്റ് സഹായമില്ലാതെ തന്നെ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. Even though I am a mighty person, ഇപ്പോൾ ഞാനൊരു വ്യക്തിയാണ്. 100 people will attack me. 100 പേര് എന്നെ ആക്രമിക്കുകയാണെങ്കിൽ Difficult to defend me. വളരെ പ്രയാസമാണ് എനിക്ക് പ്രതിരോധിക്കുവാൻ. But 100 people will attack me. ഇപ്പോൾ 100 പേര് എന്നെ ആക്രമിക്കുമ്പോൾ And Kannanji will come with a 1000 Bajrangi. കണ്ണൻജി 1000 ബജരംഗ പ്രവർത്തകരെ കൊണ്ട് വരുന്നുവെങ്കിൽ I will be protected. ഞാൻ സംരക്ഷിക്കപ്പെടും. Our slogan is simple. നമ്മളുടെ മുദ്രാവാക്യം വളരെ ലളിതമാണ്. No Hindu is alone. ഒരു ഹിന്ദുവും ഏകനല്ല. We are 100 crore brothers and sisters. നമ്മൾ 100 കോടി ഹിന്ദു സഹോദരി സഹോദരന്മാരാണ്. You will challenge any Hindu. നിങ്ങൾ ഏതെങ്കിലും ഹിന്ദുവിനെ വെല്ലുവിളിച്ചാല് he alone will not fight. അയാൾ തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. With him, thousands and lakhs of the Hindus will come forward, way in which in Muzaffarnagar people has come up. എങ്ങനെയാണോ മുസഫർ നഗറിലെ ഹിന്ദു വന്നത്, അതേപോലെ ഏതെങ്കിലും ഹിന്ദുവിനെ വെല്ലുവിളിച്ചാല് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദു യുവാക്കളെ വെളിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. इसलिए for protection of the Hindus, Hindu does not need government. ഹിന്ദുവിന് അതുകൊണ്ട് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരിന്റെ യാതൊരു സഹായവും ആവശ്യമില്ല. Government is not must for us. ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു പരിപൂർണമായിട്ടുള്ള ആവശ്യമല്ല.
I have told that we resolve for education, health and job to every Hindu. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എല്ലാ ഹിന്ദുവിന്റെയും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ജോലിക്കും വേണ്ടിയിട്ട് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് എന്ന്. Without government, what we are doing? ഗവൺമെന്റ് ഇല്ലാതെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? At present, in 48,000 villages of a Bharat, including 1,500 villages of a Kerala, we are giving free education to 15 lakhs Hindu children. ഇന്ന് ഭാരതത്തിൽ 48,000 വില്ലേജുകളില് അതിൽ 1,200 വില്ലേജുകൾ കേരളത്തിലേതുമുണ്ട്. നമ്മള് വിശ്വ ഹിന്ദു പരിഷത്ത് 50 ലക്ഷത്തിലധികം കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുകയുള്ളൂ. We are running high schools. നമ്മൾ ഹൈസ്കൂൾ നടത്തുന്നു. We are giving more than 1 lakh students high school education in country. ഈ രാജ്യത്തിൽ നമ്മൾ 1 ലക്ഷത്തിലധികം ഹൈസ്കൂൾ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. We are running hostel for boys and girls. ആൺകുട്ടികളും പെൺകുട്ടികളും വേണ്ടി നമ്മൾ ഹോസ്റ്റൽ നടത്തുന്നു. Today I laid stone laying ceremony for such hostel in one of the district of Kerala. ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയില് ഞാൻ ഇതേപോലെയുള്ള ഒരു ഹോസ്റ്റലിൽ ശിലാസ്ഥാപനം നടത്തിയിട്ടാണ് വരുന്നത്. We are running 155 hostel absolutely free of cost. നമ്മൾ 155 ഹോസ്റ്റലുകൾ നടത്തുന്നു പരിപൂർണമായിട്ടും സൗജന്യമായിട്ട്. We have given education up till now to more than 50,000 Hindu boys and girls. 50,000-ലധികം ഹിന്ദു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമ്മുടെ ഹോസ്റ്റലുകളിലൂടെ സൗജന്യ വിദ്യാഭ്യാസം നമ്മൾ നൽകി. We are doing without government. നമ്മൾ ഗവൺമെന്റിന്റെ ഒരു സഹായമില്ലാതെയാണ് ചെയ്യുന്നത്. We will do more. നമ്മൾ കൂടുതൽ ചെയ്യും. We will try to serve every Hindu. നമ്മൾ എല്ലാ ഹിന്ദുവിനെയും സേവിക്കാൻ ശ്രമിക്കും. Our resolve is to give education to every Hindu. നമ്മളുടെ ദൃഢനിശ്ചയം എല്ലാ ഹിന്ദുവിനും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. We are running hundreds of the dispensaries. നമ്മൾ 100 കണക്കിന് ക്ലിനിക്കുകൾ നടത്തുന്നു. We are giving medical treatment to lakhs of the Hindus. ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് നമ്മൾ വൈദ്യസഹായം ലഭ്യമാക്കുന്നു. You know that I am a cancer surgeon. നിങ്ങൾക്കറിയാം ഞാനൊരു ക്യാൻസർ സർജൻ ആണ് എന്നുള്ളത്. Whenever I am going to 2, 3, 5 doctors are coming to meet me. എവിടെയൊക്കെ ഞാൻ പോകുന്നു അവിടെ 3, 4, 5 ഡോക്ടർമാരെ കാണാൻ വരാറുണ്ട്. In few hours I have requested all those doctors. ഞാൻ കുറച്ച് എല്ലാ ഡോക്ടർമാരോടും റിക്വസ്റ്റ് ചെയ്തിരുന്നു, അപേക്ഷിച്ചു. I have told that I have left my practice surgery permanently. ഞാൻ സ്ഥിരമായിട്ട് എന്റെ പ്രാക്ടീസും സർജറിയും ഒക്കെ ഒഴിവാക്കിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I was earning lakhs of rupees daily. ഞാൻ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ആ സമയത്ത് സമ്പാദിക്കുമായിരുന്നു. I left that. എനിക്കതുണ്ടായിരുന്നു. I have respected Hindu doctors. ഞാൻ എല്ലാ ഹിന്ദു ഡോക്ടർമാരെയും ബഹുമാനിച്ചിരുന്നു. Can't you treat free patient? Can't you treat free patient? Taken single patient. Doctors who are taking fee 500 rupees or 1,000 rupees. ഞാൻ അവരോട് പറഞ്ഞു, അവരോട് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു, നിങ്ങൾക്ക് 2,000 മുതൽ 500 മുതൽ 2,000 രൂപ വരെ വാങ്ങുന്ന ഡോക്ടർമാർക്ക് പാവപ്പെട്ട ഹിന്ദുവിനെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചുകൂടെ? I am glad to declare thousands of the Hindu doctors who are taking fees 500 rupees to 2,000 rupees agreed to examine poor Hindu patient free of cost. നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുകയാണ്. എന്റെ അപേക്ഷയിൽ 1000കണക്കിന് ഹിന്ദു ഡോക്ടർമാർ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. 500 മുതൽ 2,000 രൂപ വരെ കൺസൾട്ടേഷൻ ഫീ വാങ്ങുന്നവരെ അതുകൂടാതെ സൗജന്യമായിട്ട് എല്ലാ ദിവസവും ഒരു ഹിന്ദുവിനെയെങ്കിലും പരിശോധിക്കാമെന്ന് സമ്മതിച്ചുകൊണ്ട് 1000കണക്കിന് ഡോക്ടർമാർ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. Tomorrow from Hyderabad, നാളെ ഞാൻ ഹൈദരാബാദിലേക്ക് പോകുന്നു. I am going to launch അവിടെ ഒരു പുതിയ movement, ഒരു പുതിയ പ്രസ്ഥാനം അവർ തുടങ്ങാൻ പോവുകയാണ്. in which more than 1 crore Hindu patient will get free of cost medical treatment. ഞാൻ നാളെ അവിടെ തുടങ്ങാൻ പോകുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികം ഹിന്ദു രോഗികൾക്ക്, നിർധനരായ രോഗികൾക്ക് സൗജന്യമായിട്ട് വൈദ്യസഹായം ലഭ്യമാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. Without government we are doing. ഗവൺമെന്റിന്റെ ഒരു സഹായവും കൂടാതെ തന്നെ We are running hundreds of the center to give job and employment to youth. നമ്മുടെ ഈ രാജ്യത്ത് 100 കണക്കിന് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഹിന്ദു യുവാക്കൾക്ക് ജോലി കൊടുക്കുന്നതിന് പരിശീലനത്തിനായിട്ട്. We resolve to give
job and self-employment to millions and millions of the Hindu youth. നമ്മൾ പ്രഖ്യാപിക്കുന്നത് ലക്ഷക്കണക്കിന് ഹിന്ദു യുവാക്കൾക്ക് ജോലിയും സ്വയം തൊഴിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതിക്കാണ്. We are doing this without government. നമ്മൾ ഇത് ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ചെയ്യുന്നു. We will do more. നമ്മൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. But let me tell. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, Indian government, it may be Kerala government, it may be Delhi government. ഇന്ത്യയിലെ ഗവൺമെന്റ് അത് കേരളത്തിലെ ആയിക്കോട്ടെ കേന്ദ്രത്തിലെ ആയിക്കോട്ടെ, whatever tax they are collecting, that tax belongs to Hindus. അവരെ എത്രയാണോ അവരെ നികുതി ഈ നാട്ടിൽ സംഗ്രഹിക്കുന്നത് അത് ഹിന്ദുവിന്റേതാണ്. Hindus have a first right on government. ഹിന്ദുവിനാണ് ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ ആദ്യത്തെ അധികാരം. Hindus have a first right on tax of the Kerala government, Delhi government. കേരളത്തിലെയും ദില്ലിയിലെയും സർക്കാരുകളിലെ നികുതി പണത്തിൽ ആദ്യത്തെ അധികാരം അത് ഈ നാട്ടിലെ ഹിന്ദുവിനാണ്. You cannot give fees to only Muslim and Christian children. നിങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് മാത്രമായിട്ട് ഫീസ് നൽകാൻ സാധിക്കുകയില്ല. You have to give fees to 10 crore Hindu students. നിങ്ങൾ 10 കോടി ഹിന്ദു കുട്ടികൾക്ക് ഫീസ് നൽകാൻ, സൗജന്യ ഫീസ് നൽകാൻ ബാധ്യസ്ഥരാണ്. You cannot give tax money only to Muslim and Christian for job and business. നിങ്ങൾക്ക് ഈ നികുതി പണം മുസ്ലിം ക്രിസ്ത്യൻ യുവാക്കൾക്ക് മാത്രം ജോലിക്കും ബിസിനസിനും കൊടുക്കാൻ സാധിക്കുകയില്ല. If you are going 1,69,000 crore to Muslim and Christian, you are supposed to give 2 lakh crore rupees to Hindu youth for their business. 1,69,000 കോടി രൂപ നിങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ യുവാക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ 2 ലക്ഷം കോടി രൂപ ഈ നാട്ടിലെ ഹിന്ദു യുവാക്കൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. We will saffronize Indian polity. നമ്മൾ ഭാരതത്തിലെ രാഷ്ട്രീയത്തെ കാവ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. Only who will be able to rule who want to respect Hindus. ഹിന്ദുവിനെ ബഹുമാനിക്കുന്നവർ മാത്രമേ ഈ രാഷ്ട്രത്തിൽ ഭരിക്കൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Means you have to care for Hindus. അവർ ഹിന്ദുവിനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. If you want to rule, you should give fees to Hindu students. നിങ്ങൾ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹിന്ദു കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ തയ്യാറാവണം. You have to take care of a business and job of Hindu youth. ഹിന്ദു യുവാക്കളുടെ ബിസിനസിനെയും ജോലിയെയും സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം. You have to promise for construction of a Ram temple by parliament legislation at Delhi. നിങ്ങൾ ഭരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്ന പാർലമെന്റിലെ നിയമനിർമ്മാണം നടത്തുമെന്ന് പരിപൂർണമായിട്ടും വാഗ്ദാനം നൽകേണ്ടി വരും. Without government we are doing. ഗവൺമെന്റ് ഇല്ലാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. Without government we will do more. ഗവൺമെന്റ് ഇല്ലാതെ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കും. But we will force every political party of Hindus to respect Hindus. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എന്നാൽ പരിപൂർണമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഹിന്ദുവിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാക്കും. We will force every political party to take care of the education job of Hindus. ഹിന്ദുവിന്റെ വിദ്യാഭ്യാസവും ജോലിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ സമ്മർദ്ദം ചെലുത്തും. And we will not allow any political party to compromise with the safety of the Hindus. ഹിന്ദുവിന്റെ സുരക്ഷയെ ഏതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങൾ അനുവദിക്കുന്നതല്ല. Mighty Hindu stand will be created in Bharat. ഹിന്ദുക്കള് പരിപൂർണമായിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയുണ്ടാവും. Hindu was a valiant race. ഹിന്ദു ഒരു ശാസ്ത്രവീര്യമുള്ള ജനതയായിരുന്നു. Hindu fought valiantly against invaders. ഹിന്ദു വളരെ വീര്യത്തോടു കൂടിയിട്ട് കയ്യേറ്റക്കാരെ പടപൊരുതിയിരുന്നു. We have protected our Sanatan Dharma. നമ്മൾ നമ്മുടെ സനാതന ധർമ്മത്തെ സംരക്ഷിച്ചു. We will protect our property. നമ്മൾ നമ്മുടെ വസ്തുവകളെ സംരക്ഷിക്കും. Our education. നമ്മുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കും. Our motherland. നമ്മുടെ മാതൃഭൂമിയെ സംരക്ഷിക്കും. Our Sanatan Dharma. നമ്മുടെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കും. For that crores and crores of the Hindu will stand up. അതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിനാവുന്ന ഹിന്ദു എഴുന്നേറ്റ് നിൽക്കുന്ന സമയമായിരിക്കുകയാണ്. Vishwa Hindu Parishad will expand to every village of Bharat. വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും വികസിപ്പിക്കും. We will expand Bajrang Dal to every village of Bharat. ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ബജ്രംഗ് ദളിന്റെ പ്രവർത്തനം ഞങ്ങൾ വ്യാപിപ്പിക്കും. Millions and millions of the youth are joining in Bajrang Dal. ലക്ഷക്കണക്കിന് ഹിന്ദു യുവാക്കളാണ് ബജ്രംഗ് ദളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. And the same Bajrang Dal has created a history. Again, same Bajrang Dal will create history. ഏത് ബജ്രംഗ് ദളാണോ ഈ നാട്ടിൽ ചരിത്രം സൃഷ്ടിച്ചത് അതേ ബജ്രംഗ് ദൾ വീണ്ടും ചരിത്രം സൃഷ്ടിക്കും. When Amarnath Yatra was challenged by terrorists, അമർനാഥ് യാത്ര ഭീകരവാദികളെ വെല്ലുവിളിച്ച സമയത്ത് they have told that we will not allow Amarnath Yatra from Jammu and Kashmir. ഭീകരവാദികൾ പറഞ്ഞു ഞങ്ങൾ അമർനാഥ് യാത്ര ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരാൻ അനുവദിക്കുകയില്ല. Bajrang Dal accepted challenge. ബജ്രംഗ് ദൾ വെല്ലുവിളി സ്വീകരിച്ചു. And more than 1 lakh Bajrangi has reached Jammu Kashmir. Today Amarnath Yatra is going on.
credit goes to Bajrang Dal. എല്ലാ ഭീകരവാദികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് 1,00,000-ലധികം ബജരംഗികൾ അമർനാഥിലെത്തുകയും ഇന്ന് അമർനാഥ് യാത്ര യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. Let us resolve that we will not allow any Hindu insulted in Bharat. നമ്മൾ ദൃഢനിശ്ചയം ചെയ്യേണ്ടത് ഭാരതത്തിൽ ഒരു ഹിന്ദു പോലും അവമാനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. We meet together, we will give safety to every Hindu. നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാ ഹിന്ദുവിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതാണ്. We will give education, health and job to every Hindu. എല്ലാ ഹിന്ദുവിനും വിദ്യാഭ്യാസവും ആരോഗ്യവും ജോലിയും നമ്മൾ കൊടുക്കേണ്ടതാണ്. And by constructing Ram temple at Ayodhya and by stopping cow slaughter and conversion, we will restore dignity of a millions and 1 billion Hindus. അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രം പണിതുകൊണ്ട് പരിപൂർണമായിട്ടും ഗോഹത്യ തുടച്ചു നിൽക്കിക്കൊണ്ട് മുഴുവൻ ഭാരതത്തിലെ ലക്ഷക്കണക്കിനായ ഹിന്ദുവിന്റെ സ്വാഭിമാനം നമ്മൾ പുനഃസ്ഥാപിച്ചിരിക്കും. And for that we will force every political party to respect Hindus. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഹിന്ദുവിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാക്കും. Secular India can be accepted. മതേതര ഭാരതം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ Muslim India will not be accepted. മുസ്ലിം ഭാരതം ഞങ്ങൾ ഒരു കാരണവശാലും Or സ്വീകരിക്കില്ല. anybody is living in a nightmare of creating a Muslim India, they will be defeated in Bharat. ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിങ്ങള് അങ്ങനെ പ്രത്യേക വിചാരത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഭാരതത്തിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടും. We have created a mighty Hindu organization named Vishwa Hindu Parishad Bajrang Dal. വളരെ ശക്തമായ ഹിന്ദു സംഘടന മുഴുവൻ ഭാരതത്തിൽ വിശ്വ ഹിന്ദു ബജരംഗ് ദൾ ഉണ്ടാക്കിയിട്ടുണ്ട്. We will strengthen this organization in every village. ഈ സംഘടനയെ നമ്മൾ വീണ്ടും എല്ലാ ഗ്രാമങ്ങളിലും ശക്തിപ്പെടുത്തും. Let us pray to God. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. God should give us a strength. ദൈവം നമുക്ക് കൂടുതൽ ശക്തി തരട്ടെ. We can resolve. നമുക്ക് പ്രഖ്യാപിക്കാം. We can decide. നമുക്ക് തീരുമാനിക്കാം. We can act together. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. So that every Hindu can get safety in Bharat. എല്ലാ ഹിന്ദുവിനും ഭാരതത്തിൽ സുരക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Every Hindu can get prosperity in Bharat. എല്ലാ ഹിന്ദുവിനും സമൃദ്ധി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Every Hindu children can get education. എല്ലാ ഹിന്ദു കുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Health. ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. Every Hindu youth can get job and business. എല്ലാ ഹിന്ദു യുവാക്കൾക്കും ജോലിയും ബിസിനസ്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. And nobody can try to challenge dignity of a Hindu. ഒരാളും ഹിന്ദുവിന്റെ സ്വാഭിമാനത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാവാത്ത തരത്തില്. That is our resolve. അതാണ് നമ്മുടെ പ്രഖ്യാപനം. Jai Shri Ram. ജയ് ശ്രീറാം. Jai Shri Ram. ജയ് ശ്രീറാം. Jai Shri Ram. ജയ്